സംവിധായകൻ രഞ്ജിത്തിന്റെ മുൻകൂർ ജാമ്യാപേക്ഷ തീർപ്പാക്കി ഹൈക്കോടതി. ബംഗാളി നടിയുടെ പരാതിയിലെടുത്ത കേസിലെ ജാമ്യാപേക്ഷയാണ് ഹൈക്കോടതി തീർപ്പാക്കിയിരിക്കുന്നത്. രഞ്ജിത്തിനെതിരെ ചുമത്തിയ കുറ്റങ്ങൾ ജാമ്യം ലഭിക്കുന്നതായതിനാലാണ് നടപടി. രഞ്ജിത്തിന്റെ പാലേരി മാണിക്യം സിനിമയിൽ അഭിനയിക്കാൻ കൊച്ചിയിലെത്തിയ നടിയെ ലൈംഗിക ഉദ്ദേശത്തോടെ രഞ്ജിത്ത് സമീപിച്ചുവെന്നാണ് നടി വെളിപ്പെടുത്തിയിരുന്നത്. മലപ്പുറം മുൻ SP സുജിത് ദാസിനെ വെട്ടിലാക്കി ക്യാമ്പ് ഓഫീസിന് സമീപത്ത് താമസിക്കുന്ന അയൽവാസിയുടെ പുതിയ വെളിപ്പെടുത്തൽ. മലപ്പുറം SP-യുടെ ഔദ്യോഗിക വസതിയിൽ നിന്ന് മരം മുറിച്ചുവെന്നാണ് ആരോപണം. മരം മുറിച്ച് കഴിഞ്ഞ ശേഷമാണ് വീടിന് അപകട ഭീഷണിയുണ്ടെന്ന് കാണിച്ചുള്ള പരാതി പോലീസ് എഴുതി വാങ്ങിയതെന്നാണ് അയൽവാസിയായ ഫരീദ മാധ്യമങ്ങളോട് പറയുന്നത്. മരം മുറിയെക്കുറിച്ച് ആരെങ്കിലും ചോദിച്ചാൽ സുജിത് ദാസ് SP-ക്ക് മുൻപ് അബ്ദുൾ കരീം SP-യുടെ കാലത്താണ് മരം മുറിച്ചതെന്ന് പറയണമെന്നും പോലീസ് പറഞ്ഞതായി ഫരീദ പറഞ്ഞു. മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി P. ശശിക്കെതിരെ PV അൻവർ MLA CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദന് നൽകിയ പരാതി ഗൌരവത്തോടെ കാണുമെന്ന് CPM നേതൃത്വം. നാളെ ചേരുന്ന സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗത്തിൽ ഈ പരാതികൾ സംബന്ധിച്ച് ചർച്ച നടത്തും. ഇന്ന് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദനെ AKG സെന്ററിന് മുന്നിലെ ഫ്ളാറ്റിലെത്തി നേരിട്ട് കണ്ട് PV അൻവർ പരാതി നൽകിയിരുന്നു. PV അൻവർ MLA-യുടെ വെളിപ്പെടുത്തലിന്റെ അടിസ്ഥാനത്തിൽ ADGP MR അജിത് കുമാറിനും മറ്റുള്ളവർക്കുമെതിരെ ഉയർന്നിട്ടുള്ള ആരോപണങ്ങൾ കേന്ദ്ര ഏജൻസി അന്വേഷിക്കണമെന്നാവശ്യപ്പെട്ട് ഹൈക്കോടതിയിൽ ഹർജി. ദേശീയ സുരക്ഷയെ തന്നെ ബാധിക്കുന്നതടക്കമുള്ള കാര്യങ്ങളാണ് വെളിപ്പെടുത്തിയിരിക്കുന്നതെന്നും അതോടൊപ്പം പോലീസ് വകുപ്പിൽ നടക്കുന്ന ക്രമക്കേടുകളും പുറത്തു വന്നതിൽ ഉൾപ്പെടുമെന്നും ഹർജിയിൽ പറയുന്നു. 4ാമത് N. രാജേഷ് സ്മാരക പുരസ്കാരം മലയാള ചലച്ചിത്ര മേഖലയിലെ വനിതകളുടെ കൂട്ടായ്മയായ WCCക്ക്. ചലച്ചിത്ര രംഗത്ത് ലിംഗനീതി ഉറപ്പാക്കുന്നതിനും തൊഴിലെടുത്ത സ്ത്രീകൾ നേരിടുന്ന വിവേചനങ്ങൾക്കും അക്രമ സംഭവങ്ങൾക്കുമെതിരെ ശബ്ദിക്കാനുമായി ആരംഭിച്ച WCCയുടെ പ്രവർത്തനങ്ങൾ ഈ മേഖലയിൽ പുതിയ മാറ്റങ്ങൾക്ക് വഴി തുറന്ന സാഹചര്യത്തിലാണ് സംഘടന പുരസ്കാരത്തിന് അർഹമായത്. മുതിർന്ന മാധ്യമ പ്രവർത്തകനും മാധ്യമം ന്യൂസ് എഡിറ്ററും കേരള പത്രപ്രവർത്തക യൂണിയൻ സംസ്ഥാന നേതാവുമായിരുന്ന N. രാജേഷിന്റെ സ്മരണയ്ക്കായി മാധ്യമം ജേർണലിസ്റ്റ് യൂണിയൻ ഏർപ്പെടുത്തിയ പുരസ്കാരമാണിത്. നിവിൻ പോളിക്കെതിരായ ബലാത്സംഗ പരാതി വ്യാജമാണെന്നും ഇതിനു പിന്നിൽ ഗൂഢലക്ഷ്യങ്ങളുണ്ടെന്നും നിർമ്മാതാവ് AK സുനിൽ പറഞ്ഞു. യുവതിയുടെ പരാതിയിൽ നിവിൻ പോളിക്ക് പുറമെ AK സുനിൽ അടക്കം 6 പേരെയാണ് പോലീസ് പ്രതി ചേർത്തിരിക്കുന്നത്. താൻ ഉൾപ്പെടെയുള്ളവർക്കെതിരായ പോലീസ് കേസിനെ നിയമപരമായി നേരിടുമെന്നും മറ്റു ലക്ഷ്യങ്ങളോടെയാണെന്നും പരാതിയെന്നും AK സുനിൽ പറഞ്ഞു. ബലാത്സംഗ കേസിൽ മുൻകൂർ ജാമ്യം തേടി നടൻ സിദ്ദിഖ് നൽകിയ ഹർജിയിൽ ഹൈക്കോടതി സർക്കാരിന്റെ വിശദീകരണം തേടി. ജസ്റ്റിസ് CS ഡയസ് ഹർജി 13-ന് പരിഗണിക്കാൻ മാറ്റി. നടിയുടെ പരാതിയിൽ പീഡന കേസിലും സ്ത്രീത്വത്തെ അപമാനിച്ച കേസിലും പ്രതികളായ നടൻ M. മുകേഷ് MLA, അഡ്വക്കേറ്റ് VS ചന്ദ്രശേഖരൻ എന്നിവരുടെ മുൻകൂർ ജാമ്യാപേക്ഷയിൽ പ്രിൻസിപ്പൽ സെഷൻ ജഡ്ജി ഹണി M. വർഗീസ് നാളെ വിധി പറയും. കേരളത്തിൽ അടുത്ത 7 ദിവസം വ്യാപക മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ്. തീരദേശ വടക്കൻ ആന്ധ്രാപ്രദേശിന് മുകളിൽ ഒരു ചക്രവാത ചുഴി സ്ഥിതി ചെയ്യുന്നുണ്ട്. നാളെയോടെ ഇത് മധ്യ പടിഞ്ഞാറൻ വടക്ക് പടിഞ്ഞാറൻ ബംഗാൾ ഉൾക്കടലിന് മുകളിലായി ന്യൂനമർദ്ദമായി ശക്തി പ്രാപിക്കാനും സാധ്യതയുണ്ട്. രാജസ്ഥാന് മുകളിൽ സ്ഥിതി ചെയ്യുന്ന ന്യൂനമർദ്ദ ചക്രവാത ചുഴിയായി ശക്തി കുറഞ്ഞു. മധ്യ പടിഞ്ഞാറൻ അറബിക്കടൽ ന്യൂനമർദ്ദം ഒമാൻ തീരത്തിന് സമീപം ചക്രവാത ചുഴിയായി ശക്തി കുറഞ്ഞിട്ടുണ്ട്. ഇതിന്റെ ഫലമായി 7 ദിവസം വ്യാപകമായ ഇടത്തരം മഴയ്ക്ക് സാധ്യതയുണ്ടെന്നാണ് കാലാവസ്ഥാ പ്രവചനം. 14 ഇലക്ട്രിക് ബസ് സർവീസ് നടത്തി KSRTC വികാസ് ഭവൻ യൂണിറ്റ് നേടിയത് മാസം 1.5 കോടി വരുമാനമെന്ന റെക്കോർഡ്. വെറും 14 സർവീസ് നടത്തിയാണ് ഈ റെക്കോർഡ് നേട്ടം KSRTC വികാസ് ഭവൻ യൂണിറ്റ് സ്വന്തമാക്കിയത്. 2024 ജനുവരിയിൽ 19.72 ലക്ഷമായിരുന്നുവെങ്കിൽ ഓഗസ്റ്റ് മാസം 24 ലക്ഷം രൂപ അധികമായി നേടി വരുമാനം 43.81 ലക്ഷമാക്കി വർദ്ധിപ്പിച്ചു. മലപ്പുറം പെരുമ്പടവിൽ പുറങ്ങിൽ വീടിന് തീപിടിച്ചുണ്ടായ അപകടത്തിൽ ഗുരുതരമായി പൊള്ളലേറ്റ 3 പേർ മരിച്ചു. അപകടത്തിൽ 5 പേർക്കാണ് പൊള്ളലേറ്റത്. ഇതിൽ ഗുരുതരമായി പൊള്ളലേറ്റ് തൃശൂർ മെഡിക്കൽ കോളേജിൽ ബേൺസ് ICUവിൽ ചികിത്സയിലായിരുന്ന പുറങ്ങ് പള്ളിപ്പടി തൂക്കുപാലത്തിന് സമീപത്ത് താമസിക്കുന്ന ഏറാട്ട് വീട്ടിൽ സരസ്വതി, മകൻ മണികണ്ഠൻ, ഭാര്യ റീന എന്നിവരാണ് മരിച്ചത്. ഇവരുടെ മക്കളായ അനിരുദ്ധൻ, നന്ദന എന്നിവർക്കും പൊള്ളലേറ്റിരുന്നു. ഇരുവരും ചികിത്സയിലാണ്. ഹരിയാന തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചേക്കുമെന്ന അഭ്യൂഹങ്ങൾക്കിടെ ഗുസ്തി താരം വിനേഷ് ഫോഗട്ട് രാഹുൽ ഗാന്ധിയെ കണ്ടു. ആം ആദ്മി പാർട്ടിയുമായുള്ള സീറ്റ് വിഭജന ചർച്ച പൂർത്തിയായാൽ ഉടൻ സ്ഥാനാർത്ഥി പട്ടിക പ്രഖ്യാപിക്കും. ജമ്മു കാശ്മീർ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിൽ പ്രധാനമന്ത്രിയും രാഹുൽ ഗാന്ധിയും സജീവമാകുകയാണ്. പാരീസ് പാരാലിമ്പിക്സിൽ ഇന്ത്യയുടെ മെഡൽ കൊയ്ത്ത്. പുരുഷ ജാവലിൻ ത്രോയിലും ഹൈ ജമ്പിലും ഇന്ത്യക്ക് ഇരട്ട മെഡൽ നേട്ടം. ജാവലിൻ ത്രോയിൽ അജിത് സിംഗിന് വെള്ളിയും സുന്ദർ സിംഗിന് വെങ്കലവും. ഹൈ ജമ്പിൽ ഇന്ത്യയുടെ ശരത് കുമാർ വെള്ളി മെഡലും മാരിയപ്പൻ തങ്കവേലു വെങ്കലവും സ്വന്തമാക്കി. വനിതകളുടെ 400 മീറ്ററിൽ ദീപ്തി ജീവൻജിയും വെങ്കല മെഡൽ കരസ്ഥമാക്കി. ഈ ഇനത്തിൽ ഇന്ത്യ ആദ്യമായാണ് മെഡൽ സ്വന്തമാക്കുന്നത്.